പോലീസുകാർക്കും അംഗൻവാടി ജീവനക്കാർക്കും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർക്കുമായി കാസർഗോഡ് കൺവേർജൻസ് യോഗവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ASP CM ദേവദാസൻ ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കും വിവിധ സർക്കാർ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്കും അംഗൻവാടി ജീവനക്കാർക്കുമായി കൺവേർജൻസ് മീറ്റിംഗും ഒപ്പം ഗാർഹിക പീഡന നിയമത്തെക്കുറിച്ചും സ്ത്രീധന നിയമത്തെക്കുറിച്ചുമുള്ള ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത്. സ്ത്രീകൾക്ക് കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും നേരിടേണ്ടി വരുന്ന പീഡനങ്ങളെക്കുറിച്ചും മറ്റു ഉപദ്രവങ്ങളെക്കുറിച്ചുമുള്ള അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയായിരുന്നു പരിപാടി. കാസർഗോഡ് അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് CM ദേവദാസൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് പല തെറ്റിദ്ധാരണകളുണ്ട്. ഈ ഡൊമസ്റ്റിക് വയലൻസ് ഇരയാവുന്ന ഇരകൾ എന്ന് നമുക്ക് പറയാം. അവര് ആരാണ്? അത് ഒരു കല്യാണം കഴിഞ്ഞ സ്ത്രീ ആവണോ, അല്ലെങ്കിൽ ഒരു വീട്ടമ്മയായാൽ മതിയോ, അല്ലെങ്കിൽ ഒരു മോളാവണോ, അല്ലെങ്കിൽ സഹോദരിമാരോ? ഇത് ഭയങ്കര സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും ഉണ്ടാകുന്ന ഒരു പീഡനം മാത്രമല്ല ഗാർഹിക പീഡനം എന്നുള്ള കാര്യം ഒരു പക്ഷേ പലരും ഇപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ചടങ്ങിൽ ജനമൈത്രി ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ KPV രാജീവൻ അധ്യക്ഷനായി. വനിതാ ശിശുക്ഷേമ വകുപ്പ് ജില്ലാ ഓഫീസർ T ഹഫ്സത്തും സംബന്ധിച്ചു. വനിതാ സെൽ സബ് ഇൻസ്പെക്ടർ ശരണ്യ ആശംസ നേർന്നു. ഗാർഹിക പീഡന നിയമത്തെക്കുറിച്ചും സ്ത്രീധന വിരുദ്ധ നിയമത്തെക്കുറിച്ചും റിട്ടയേർഡ് മജിസ്ട്രേറ്റ് കൂടിയായ അഡ്വക്കേറ്റ് അന്നമ്മ ജോൺ ക്ലാസ് എടുത്തു. അവർ എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫീസർ എഴുതി അവരെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് അതാത് മജിസ്ട്രേറ്റിനാണ് കൊടുക്കേണ്ടത്. അതിന് അധികാരമുള്ളത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്, അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ സിറ്റിയിലാണെങ്കിൽ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിനാണ് ഈ കേസുകൾ കൈകാര്യം ചെയ്യാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത്. അതിന്റെ എവിടെ നമ്മൾ ഏത് കോടതിയിൽ ഫയൽ ചെയ്യണം എന്നുള്ളത് ജുറിസ്ഡിക്ഷൻ അധികാര പരിധി എവിടെയാണെന്ന് വെച്ചാൽ പരാതിക്കാരി എവിടെ താമസിക്കുന്നുവോ അവരെ വീടിന് ആ പരിധിയിൽ വരുന്ന പോലീസില് മജിസ്ട്രേറ്റ് കോടതി, അല്ലെങ്കിൽ അവരെവിടെയോ ജോലി ചെയ്യുന്നതെന്ന് വെച്ചാൽ വീട് വേറെ ദൂരെ എവിടെയെങ്കിലായിരിക്കാം, മറ്റൊരിടത്ത് വന്ന് ജോലി ചെയ്യുന്നതായിരിക്കാം. ആ ജോലി ചെയ്യുന്നതിന്റെ അധികാരത്തിന്റെ പരിധിയിൽപ്പെട്ട മജിസ്ട്രേറ്റിനെ പരാതി കൊടുക്കാം. വൈകുന്നേരം വനിതകൾക്കായി സ്വയം പ്രതിരോധ പരിശീലന ക്ലാസും സംഘടിപ്പിച്ചു. പരിപാടിയിൽ സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ ജില്ലാ കോർഡിനേറ്ററും സബ് ഇൻസ്പെക്ടറുമായ PK രാമകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.